തട്ടുകടയിൽ ഇഡലിയുടെയും ദോശയുടെയും കൂടെ കിട്ടുന്ന ചുവന്ന ചട്നീൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം തട്ടുകടയിൽ നിന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചട്നി കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. വളരെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മുളക് പൊടി ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ പകുതി എടുത്താൽ മതി. ഇതൊന്ന് കളറ് മാറുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചട്നിക്ക് നല്ലൊരു റെഡ് കളർ കിട്ടും. ഇനി നമുക്ക് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു 3-4 കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. ഒരുപാട് അങ്ങ് കൂടി പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. ഇതൊന്നും കൂടി പോകരുത്. അതുപോലെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ചേർക്കുന്നുണ്ട്. അപ്പോൾ പുളി ഒരുപാട് കൂടി പോകരുത്, ഭയങ്കര പുളിരസം ഉണ്ടാകും. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ വളരെ സിമ്പിളാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തൊരു ചട്നീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് ലൂസാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിത് വീട്ടിൽ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ലൂസാക്കുന്നില്ല. അപ്പോൾ തട്ടുകടയിൽ നിന്നൊക്കെ ഭയങ്കര ലൂസായിട്ടായിരിക്കുമല്ലേ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ലൂസാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് അങ്ങ് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാനുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിൽ 3-4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ട് ഒരു കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ 1-2 വറ്റൽമുളകും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ ഈ ഒരു ചെറിയ ഉള്ളി ഇങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് കറിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ചട്നി നല്ല രുചിയിൽ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചട്നിയാണ്. അതുപോലെ തന്നെ ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തയ്യാറാക്കി നോക്കാനും മറക്കല്ലേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്